കോഴിക്കോട് കോർപ്പറേഷനിൽ വിജയിച്ചത്. ഇത്തവണ 10-ലധികം സീറ്റുകൾ നേടി കോർപ്പറേഷനിൽ ഒരു പ്രധാനപ്പെട്ട ശക്തിയായി എമർജിംഗ് പവറായി BJP മാറുമെന്ന് പ്രഖ്യാപിച്ചതാണ്. അവിടെ 10 സീറ്റുകളിൽ NDA കോഴിക്കോട് കോർപ്പറേഷനിൽ BJP NDA ലീഡ് ചെയ്യുന്നുവെന്നാണ് അനഘ അപ്ഡേറ്റ്സ് ചെയ്യുന്നത്. കണ്ണൂരിൽ നിന്നും മിഥുൻ പിള്ള ചേരുകയാണ്. മിഥുൻ, ഈ തലശ്ശേരി മുനിസിപ്പാലിറ്റിയാണ് ഒന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു ശ്രദ്ധാകേന്ദ്രം. കാരണം കേരളത്തിലെമ്പാടും BJPയുടെ ഒരു മുന്നേറ്റം നഗരസഭകളിലും ഗ്രാമപഞ്ചായത്തുകളിലും എന്തിന് ബ്ലോക്ക് ജില്ലാ പഞ്ചായത്തുകളിൽ വരെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഈ തലശ്ശേരിയിലും അതോടൊപ്പം തന്നെ കണ്ണൂർ കോർപ്പറേഷനിലും NDAയുടെ മുന്നേറ്റം ഏത് നിലയിലാണ് മിഥുൻ? ഗൗതം, ചരിത്രത്തിലില്ലാത്ത വിജയവുമായിട്ടാണ് ഇപ്പോൾ BJPയുടെ ഈ തെരഞ്ഞെടുപ്പ് ഫലം ഉണ്ടായിരിക്കുന്നത്. കണ്ണൂർ കോർപ്പറേഷനിൽ ഇതുവരെ എണ്ണിയതിൽ 2 സീറ്റുകളാണ് BJP പിടിച്ചിരിക്കുന്നത്. നിലവിലെ BJPയുടെ സീറ്റായ പള്ളിക്കുന്ന് ഡിവിഷൻ BJP നിലനിർത്തി. അതോടൊപ്പം തന്നെ CPMന്റെ സിറ്റിംഗ് ആയ കൊക്കൻപാറ എന്ന വാർഡ് BJP പിടിച്ചെടുക്കുകയും വലിയ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നിലവിൽ 2 വാർഡുകളിൽ വിജയിച്ച വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. 7 വാർഡുകളിലാണ് ഇപ്പോൾ ഈ 7 വാർഡുകളിൽ ഇത് ലീഡ് നില ഉയർത്തുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ BJPയുടെ ഇവിടെ നിന്ന് നമുക്ക് ഇപ്പോൾ ബൂത്തിലാണുള്ളത്. ഇവിടെ തെരഞ്ഞെടുപ്പ് വിജയിച്ച സ്ഥാനാർത്ഥിയുടെ പ്രതികരണങ്ങൾ എടുക്കുന്ന ചില ലിമിറ്റേഷൻ ഉണ്ട് ഗൗതം. ഇപ്പോൾ നമ്മൾ ദൃശ്യത്തിൽ കാണുന്നത് കണ്ണൂർ കൊക്കയമ്പാറയിലെ വിജയിച്ച BJPയുടെ സ്ഥാനാർത്ഥി മഹേഷിനെയാണ് ദൃശ്യത്തിൽ നമുക്ക് കാണുന്നത്. CPMന്റെ സിറ്റിംഗ് വാർഡാണ് അദ്ദേഹം കടുത്ത പോരാട്ടത്തിലൂടെ പിടിച്ചെടുത്തത്. ചരിത്രത്തിലെ ഉയർന്ന ഭൂരിപക്ഷം 327 വോട്ടിന്റെ ഭൂരിപക്ഷമാണ് അദ്ദേഹം ഈ കൊക്കയമ്പാറയിൽ നിന്ന് വിജയിച്ചിരിക്കുന്നത്. ഏതായാലും ചരിത്രപരമായ ഒരു വിജയം തന്നെയാണ് കണ്ണൂർ കോർപ്പറേഷനെ സംബന്ധിച്ച് BJPക്ക് ഉണ്ടായിരിക്കുന്നത്. 5 സീറ്റ് വരെയാണ് BJP ഈ ഒരു തെരഞ്ഞെടുപ്പിൽ പ്രതീക്ഷിക്കുന്നത്. ഏതാണ്ട് 20 വാർഡുകൾ ഡിവിഷനുകളാണ് ഇതുവരെ വോട്ടിനെ പൂർത്തിയാക്കിയിരിക്കുന്നത്. ഇനിയും തലസ്ഥാനത്ത് നിന്ന് അപ്ഡേറ്റ് ഉണ്ട്. NDA ലീഡ് ഉയർത്തുന്നു. തിരുവനന്തപുരം നഗരസഭയിൽ NDA 24 വാർഡുകളിൽ മുന്നിൽ, LDF 15 മുന്നിൽ, UDF 10 മുന്നിൽ. തിരുവനന്തപുരം നഗരസഭയിൽ NDA മുന്നേറ്റമാണ് ഇപ്പോഴും കാണുന്നത്. NDA 24, LDF 15, UDF 10. തുടരാം മിഥുൻ. മിഥുൻ, മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത കൂടി തലസ്ഥാനത്ത് നിന്ന് വരുന്നു. കുന്നുകുഴി വാർഡ്, CPMന്റെ കൈവശം വരുന്ന കുന്നുകുഴി വാർഡ്, സംസ്ഥാന ഓഫീസ് ആയ AKG സെന്റർ ഇരിക്കുന്ന വാർഡ്, വൻതോതിൽ പ്രചാരണ കോലാഹലം അഴിച്ചുവിട്ട ബിനു IP പരാജയപ്പെട്ടു എന്നുള്ള വാർത്തയാണ് തിരുവനന്തപുരത്ത് നിന്ന് വരുന്നത്. CPMന്റെ തീപ്പൊരിയായിരുന്ന കാവ്യ BJPയിലേക്ക് ചേർന്ന് അവിടെ ബിനുവിന് വലിയ വെല്ലുവിളി ഉയർത്തിയിരുന്നു. ആ ഗ്യാപ്പിൽ UDF സ്ഥാനാർത്ഥി മേരി പുഷ്പം വിജയിച്ചു എന്നുള്ള വാർത്തയാണ് വരുന്നത്. കുന്നുകുഴി വാർഡിലെ മുൻ കൗൺസിലർ കൂടിയാണ് ബിനു IP. കേസുകളിൽ പ്രതിയാണ്. CPMന്റെ അക്രമ രാഷ്ട്രീയത്തിന്റെ ഒരു മുഖം കൂടിയാണ് ഇയാൾ. എന്തായാലും ഇദ്ദേഹം വലിയ തിരിച്ചടിയാണ് CPMനെ